നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മയും മുത്തശ്ശി എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ മാത്രം വെച്ചേക്കണം. അല്ലാതെ കൽപ്പനയെ എതിർത്ത് കളയാന്ന് തീരുമാനം വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. നീ പറഞ്ഞ ലക്ഷ്യമുണ്ടല്ലോ, ഫോണിൽ പറഞ്ഞ ലക്ഷ്യം, അതെന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും. ഏട്ടാ എന്തുപറ്റി? വെള്ളം കുടിക്കും. ഓക്കെ ആയോ? അയ്യോ ഏട്ടാ, കുറച്ചുകൂടി വെള്ളം തരാം. ഇപ്പൊ ഓക്കെ ആയോ? വേറെന്തെങ്കിലും വേണോ? ഇല്ല, വേണ്ട. മുത്തശ്ശി എന്നോട് പറഞ്ഞിരുന്നു ഏട്ടൻ തനിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ശ്രദ്ധിക്കണമെന്ന്. ഇങ്ങനെ ഇടയ്ക്ക് പറ്റാറുണ്ടോ ഏട്ടാ? അതിങ്ങനെ തനിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ പറ്റിപ്പോകുന്നതാ. ഇനി മുതൽ ഭക്ഷണം കഴിക്കുമ്പോ അത് മാത്രം ചിന്തിച്ചാ മതി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഏട്ടൻ തനിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഞാനിവിടെ അടുത്ത് വന്നിരിക്കാം. അപ്പൊ പിന്നെ പ്രശ്നം തീരുമല്ലോ. ഇതൊന്നും നിർത്തിയേ, കഴിക്ക്. ഒന്നും പറ്റില്ല, കുറച്ചുകൂടി കഴിച്ചേ. ഞാൻ കുറച്ചുകൂടി കറി ഒഴിച്ചു തരാം. നീ എവിടെ പോയതാ രാവിലെ തന്നെ? എനിക്കൊരാളെ കാണാനുണ്ടായിരുന്നു. ഇനിയിപ്പോ ഏട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഏറ്റവും പ്രിയപ്പെട്ട ആള് തന്നെ അടുത്തെത്തിയല്ലോ. ഞാനെന്ന് അകത്തേക്ക് പോട്ടെ. ശരി മോളെ. യു ആർ ലക്കി. എത്ര പെട്ടെന്നാ പ്രിയങ്ക നമ്മുടെ വീട്ടിലെ ഓരോരുത്തരുടെയും ശീലങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ഇതിലും നല്ലൊരു കുട്ടി വരാനില്ലടാ. നിന്റെ സെലക്ഷനിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. ഏട്ടാ, ഇന്നലെ എന്താ നിനക്ക് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. മാണിക്യം കയ്യിൽ വെച്ചിട്ട് കരിങ്കൽ ചീളി തേടി പോകരുത്. അവള് നമ്മുടെ വീടിന്റെ ഭാഗ്യ. ഞാൻ വേദനിക്കുന്നത് പോലെ ഒരിക്കലും നിനക്ക് വേദനിക്കേണ്ടി വരില്ല. അതുപോലെ അവളെ ഒരു വാക്കുകൊണ്ട് പോലും നീ വേദനിപ്പിക്കരുത്. വരുൺ, നീ എന്നെ സ്നേഹിച്ചേ പറ്റൂ. നിന്നെ സ്നേഹിക്കുന്നവരെയൊക്കെ പതുക്കെ പതുക്കെ ഞാൻ കയ്യിലെടുക്കും. നിനക്കൊരിക്കലും എന്നെ തള്ളിക്കളയാൻ പറ്റില്ല. ഹലോ ശരത്തെ, എങ്ങനെയുണ്ടായിരുന്നു മണവാട്ടി? മണവാളന്റെ വീട്ടിലെ ആദ്യത്തെ ദിവസം.
കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. തൽക്കാലം കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിലേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതെന്നെ കൊണ്ട് സാധിക്കും. അതെനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇന്നലെ വരുണിനോട് സംസാരിച്ചോ? സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞോ? ശരത്ത് എന്താ ഈ പറയുന്നേ? ഞങ്ങള് തമ്മിൽ ഇതുവരെ കാര്യമായിട്ടൊന്നും സംസാരിച്ചിട്ട് കൂടിയില്ല. ദേ ഒരു കാര്യം ഞാൻ പറയാം. ദാമ്പത്യത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ മാത്രം ഭാര്യയും ഭർത്താവും തമ്മിൽ യഥാർത്ഥ പ്രണയം ഉണ്ടാവുന്നത്. എന്ത് കാര്യമുണ്ടെങ്കിലും ആ സമയത്ത് സാധിച്ചോണം. അല്ലെങ്കിൽ പിന്നെ കണിമംഗലത്തെ അടുക്കളക്കാരിയായിട്ട് നിനക്ക് ജീവിതം തള്ളി നീക്കേണ്ടി വരും. ഞാൻ എന്റെ ലക്ഷ്യങ്ങളൊന്നും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ടില്ല. തൽക്കാലം ഒന്ന് ഒതുങ്ങി നിന്നിട്ട് അവതരിപ്പിക്കേണ്ട സമയത്ത് ഞാൻ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞോളാം. ആ അത് മതി. പക്ഷെ ഒരുപാടങ്ങ് നീണ്ടുപോകരുത്. ഈ കല്യാണം കഴിക്കുന്ന കോന്തമാർക്കൊരു ശീലമുണ്ട്. ഭാര്യ എപ്പോഴും അടിമയായിരിക്കണമെന്ന്, അവരുടെ സ്വപ്നങ്ങളൊക്കെ തല്ലിക്കൊഴിക്കണമെന്ന്. ഞാൻ ആരുടെ അടിമയല്ല. എന്റെ സ്വപ്നങ്ങൾ തല്ലിക്കൊഴിക്കേയില്ല. ഇനി മുന്നോട്ടുള്ള ഓരോ ചുവടും എന്റെ ലക്ഷ്യങ്ങൾ തന്നെയാ പ്രധാനം. നീ ഫോൺ വെച്ചോ. ആരോടാ നീ സംസാരിച്ചത്? എന്താ നിന്റെ ലക്ഷ്യം? ഏട്ടത്തി വന്നിട്ട് കുറെ നേരമായോ? ആ കുറച്ചു നേരമായി. ഇതൊക്കെ എന്നാ തുടങ്ങിയത്? എന്ത്? ഈ ആളുകൾ പേഴ്സണലായിട്ട് സംസാരിക്കുന്നത് ഒളിഞ്ഞു കേൾക്കുന്ന ശീലം. നീ കിന്നരിക്കുന്നത് കേൾക്കാൻ വേണ്ടി ഒളിഞ്ഞു നിന്നൊന്നും അല്ല ഞാൻ. ഞാനീ ഈ വീട്ടിലല്ലേ നിന്നത്. അതുകൊണ്ട് എന്താ? ഒരു ചെറിയ വീട്ടിൽ താമസിച്ചാലും ഓരോരുത്തർക്കും അവരവരുടെ സ്വകാര്യതയില്ലേ? അതൊക്കെ ഒരു മര്യാദയല്ലേ ഏട്ടത്തി? നീ എന്നെ മര്യാദയൊന്നും പഠിപ്പിക്കണ്ട. ഇന്നലെ ഇങ്ങോട്ട് കയറി വന്നതല്ലേ ഉള്ളൂ. അല്ല, മര്യാദയെക്കുറിച്ച് പറയാൻ എത്ര പഴക്കം വേണം? എനിക്കറിയാത്തോണ്ട് ചോദിക്കാം. കൂടുതൽ മിടിക്കാവാൻ നോക്കരുത്. പിന്നെ അമ്മയും മുത്തശ്ശി എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ മാത്രം വെച്ചേക്കണം. അല്ലാതെ കൽപ്പനയെ എതിർത്ത് കളയാന്ന് തീരുമാനം വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. നീ പറഞ്ഞ ലക്ഷ്യമുണ്ടല്ലോ, ഫോണിൽ പറഞ്ഞ ലക്ഷ്യം, അതെന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും. നീ ചിന്തിക്കുന്നതിനേക്കാൾ വേഗം. ഏട്ടത്തിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഭയങ്കര എളുപ്പമാ. ഇതിനേക്കാളും ഭേദമല്ലേ ഏട്ടത്തി ഏട്ടന്റെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുന്നതും പരിചരിക്കുന്നതും? എന്നിട്ട് പോരെ എന്റെ ലക്ഷ്യങ്ങളുടെ പുറകെ നടക്കാൻ. പ്രിയങ്ക മോളെ, ദാ വരുന്നമ്മേ. ആദ്യം അമ്മ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കട്ടെ. നമ്മളെ ഏട്ടത്തിക്കും അനിയത്തിക്ക് സംസാരിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. വരട്ടെ ഏട്ടത്തി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.